പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നികുതി നായകരെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. എന്താണ് പുതിയ നികുതി ഘടന എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാമല്ലോ, നിലവിൽ 2 തരം ആദായ നികുതി വ്യവസ്ഥകളാണ് രാജ്യത്തുള്ളത്, പഴയ രീതിയിലുള്ളതും ഒപ്പം കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ന്യൂ റെജീം രീതിയും. ഇതിൽ ന്യൂ റെജീം രീതിയിലാണ് ഇപ്പോൾ ധനമന്ത്രി വലിയ പ്രഖ്യാപനം, ജനപ്രിയ പ്രഖ്യാപനം എന്ന് വിളിക്കാവുന്ന ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരണം. അതിനു മുൻപ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ന്യൂ റെജീം പ്രകാരമുള്ള സ്ലാബുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലായിരുന്നു, എത്രത്തോളം മാറ്റം ഇത്തവണ വന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതായത് കഴിഞ്ഞ വർഷം, സാമ്പത്തിക വർഷം 2024-25 വർഷത്തിൽ 3 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ളവർക്ക് നികുതി ഉണ്ടായിരുന്നില്ല. അത് 3 ലക്ഷമായിരുന്നു. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 5% ആദായ നികുതിയാണ് നൽകേണ്ടിയിരുന്നത്. 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക്, വാർഷിക വരുമാനമുള്ളവർക്ക് 10% നികുതി നൽകണമായിരുന്നു. 10 മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർ 15% നികുതിയും നൽകണമായിരുന്നു. 12 മുതൽ 15 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ 20% നികുതിയാണ് നൽകേണ്ടിയിരുന്നത്. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ 30% നികുതി നൽകണമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ വന്ന വലിയ പ്രഖ്യാപനം അനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. 12,75,000 രൂപ വരെ നികുതി നൽകേണ്ടതില്ല എന്നതാണ് പ്രഖ്യാപനം. നിങ്ങളുടെ വരുമാനം അതിനു മുകളിലാണെങ്കിൽ ഏത് തരം നികുതിയാകും ഈടാക്കുക എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കണം. അതായത് 4 ലക്ഷം രൂപ വരെയാണ് നികുതിയില്ല എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതി നൽകുകയും വേണം. 8 മുതൽ 12 ലക്ഷം വരെ 10% നികുതിയാണ് നൽകേണ്ടത്. 12 മുതൽ 16 ലക്ഷം വരെ 15% നികുതി നൽകണം. 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ 20% നികുതി നൽകണം. 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെയാണ് വരുമാനമെങ്കിൽ 25% വരെ നികുതി നൽകണം. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെല്ലാം തന്നെ 30% നികുതി നൽകുകയും ചെയ്യണം. ഏതായാലും ഇത് ന്യൂ റെജീം പ്രകാരമുള്ള ആദായ നികുതി സ്ലാബുകളാണ്. നമ്മൾ ഈ 12 ലക്ഷം വരെ വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് നികുതിയായി ആദ്യം അടയ്ക്കും, പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടുന്നുള്ള സംവിധാനം എന്ന രീതിയിലാണ് ന്യൂ റെജീം സ്ട്രക്ചർ വരുന്നത്. അങ്ങനെയാണ് 12 ലക്ഷം വരെ നികുതി നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇത് വിപണിയെ ബജറ്റ് ബാധിക്കുന്നതാണ്. പല രീതിയിലുള്ള ടാക്സുകളുടെ റിഡക്ഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കയറ്റുമതി ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ അതിലെ താരിഫുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്നറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വില കുറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 36 ജീവൻ രക്ഷാ മരുന്നുകൾക്കാണ്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തുന്നത് കൊണ്ട് തന്നെ, കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ 36 ഇനം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഒപ്പം തന്നെ മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. അതായത് ഇവയുടെ ബാറ്ററികൾക്ക് വില കുറയുന്നതാണ്. മൊബൈൽ ഫോൺ ബാറ്ററി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള നികുതി കുറയ്ക്കുന്നതോടുകൂടിയാണ് ഫോണുകൾക്ക് വില കുറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. മറ്റൊന്ന്, അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ് അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയുന്നത്. ഏതായാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മൊബൈൽ ഫോണും ഇലക്ട്രിക് വാഹനങ്ങളും. അതിന് രണ്ടിനും വില കുറയുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവ് നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ലെതർ ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നതാണ്. വൈറ്റ് ബ്ലൂ ലെതറിനെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ലെതർ ഉൽപ്പന്നങ്ങളുടെ, തുകൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയും. ഒപ്പം ഫ്രോസൺ ഫിഷ് പേസ്റ്റിന്റെ വില കുറയും. ലിഥിയം, സിങ്ക് ഉൾപ്പെടെ 12 പ്രധാന ധാതുക്കളുടെ വിലയും കുറയുമെന്നതാണ് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സംഭവിക്കുന്നത്. ഇനി വില കൂടുന്നത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ വില കുറയുമെന്ന് പറയുമ്പോൾ പോലും ടെലികോം ഉപകരണങ്ങളുടെ വില കൂടും. ഒപ്പം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില കൂടും എന്നതാണ്. ഒപ്പം ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ വില കൂടും. നെയ്ത്ത് തുണിത്തരങ്ങളുടെ വില കുറയും. നമ്മൾ ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇൻറ്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്ന് ഏതാണ്ട് ഇരട്ടിയാക്കി 20% ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വില കൂടുന്നത്. ഈ പറഞ്ഞ വസ്തുക്കളുടെ എല്ലാം കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു എന്നത് തന്നെയാണ് ഈ വില കൂടുന്നതിന് കാരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുന്നു എന്നതാണ്. കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയതോടെയാണ് 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുന്നത്. ഒപ്പം ക്യാൻസർ കെയറിന് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ ബജറ്റ് എന്ന് വിളിക്കാം, മറ്റൊരു തരത്തിൽ ജനപ്രിയ ബജറ്റ് എന്ന് വിളിക്കാം. കാരണം പ്രധാനപ്പെട്ട വസ്തുക്കൾ, അതായത് ജനകീയമായ വസ്തുക്കൾ, 1 മരുന്നുകളാണ്, 2 മൊബൈൽ ഫോൺ, 3 ഇലക്ട്രിക് വാഹനങ്ങൾ, അങ്ങനെ പല വസ്തുക്കളുടെയും വില കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ കയ്യടി നേടുന്ന ഒരു ബജറ്റ് എന്നുകൂടി നമുക്കിതിനെ വിലയിരുത്താം.